കൗമുദി TV പ്രേക്ഷകർക്കും എള്ളുണ്ട ഒമാൻ ഓണം 2026 ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എവിടെയാണെങ്കിലും നമ്മളിലെ മലയാളിയെ തൊട്ടുണർത്താൻ ആ കടൽ കടന്നെത്തിയ ആ പഴയ ഗൃഹാതുരത്വം പേറുന്ന സന്തോഷങ്ങളുമായി എള്ളുണ്ട ഒമാൻ ഓണം 2026 ഏവർക്കും സ്വാഗതം. കേരളീയ തനിമ വിളിച്ചോതുന്ന സെറ്റ് സാരിയും മുല്ലപ്പൂവും അണിഞ്ഞ് നിലവിളക്കിന് ചുറ്റും കൈകൊട്ടിപ്പാടി കലാകാരികളുടെ മനോഹരമായ തിരുവാതിര കളിയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അണിവയിൽ പൊൻ
പാട്ടിൻ്റെ താളത്തിൽ ആവേശത്തിൻ്റെ അലകടൽ സൃഷ്ടിച്ചുകൊണ്ട് നമ്മളെ വേദിയിലേക്ക് എത്തുകയാണ് സ്വന്തം ചെണ്ടമേളം.
നമ്മൾ പ്രവാസികളുടെ മനസ്സിൽ എന്നും പൂത്തൊലഞ്ഞു നിൽക്കുകയാണ്. നാടും വീടും വിട്ട് മരുഭൂമിയുടെ ചൂടിലാണെങ്കിലും വിദേശത്താണെന്ന് കരുതി പാചകത്തിൻ്റെ കാര്യത്തിൽ നമുക്കൊരു വിട്ടുവീഴ്ചയുമില്ല. നാടൻ രുചികളുടെ മധുരത്തിൽ ഗംഭീര ഓണപ്പായസ കുക്കിംഗ് ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഓണനാളിൽ കൗമുദി ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അറ്റ്ലസ് അൽ ജസീറ പ്രസന്റ് എല്ലുണ്ട ഒമാൻ ഓണം 2026 എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അൻഷാന, നമുക്കൊന്ന് തുടങ്ങാം. ഇന്ന് ഓണദിനത്തിൽ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യാൻ പോകുന്നത് കേരള ട്രഡീഷണൽ പ്രഥമനാണ്. കേരള ട്രഡീഷണൽ പ്രഥമനായാൽ പോലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി നമ്മുടെ ഒരു ഒമാൻ്റെ മാധുരി കൂടി ഉൾപ്പെടുത്തിയിട്ട് ഡേറ്റ്സ് പ്രഥമനാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഒരു ഡേറ്റ്സ് പ്രഥമൻ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഡേറ്റ്സ് പ്രഥമന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കത് പരിചയപ്പെടാം. ആദ്യം തന്നെ അട 200 ഗ്രാം, പിന്നെ കുറച്ച് ഈന്തപ്പഴം കട്ട് ചെയ്ത് വെച്ചത് സ്ലൈസസ് ആക്കിയത്, പിന്നെ ചവ്വരി 1 കപ്പ്, നെയ്യ് ആവശ്യത്തിന്, ചുക്ക് പൊടി 1 ടീസ്പൂൺ, ഏലക്ക പൊടിച്ചത് 1.5 ടീസ്പൂൺ, ഇത് ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ, ശർക്കര 400 ഗ്രാം, കിസ്മിസും അണ്ടിപ്പരിപ്പും, ഇത് പശുവും പാൽ, ഇത് തേങ്ങാപ്പാൽ ഒന്നാം പാൽ, തേങ്ങാപ്പാൽ 2ാം പാൽ, ഇത് ഈന്തപ്പഴം അരച്ചത്. ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പോൾ തുടങ്ങാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പ്രഥമൻ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു ഉരുളി വെച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ അട ഇതിലേക്ക് തട്ടി കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കാം. നമ്മുടെ ഈ അടയൊക്കെ നല്ലോണം ഒന്ന് വേവിട്ട്, അട വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ശർക്കര ഒന്ന് പാനിയാക്കി എടുക്കാം. അതിനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ആ ശർക്കര അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ അടയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര പാനിയാക്കി വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം. ശർക്കര പാനിയാക്കി അരിച്ചൊഴിക്കണം. ഇനി നല്ലപോലെ ഇതൊന്ന് കുറുകി കിട്ടണം, നല്ലപോലെ തിക്കാവണം. എന്നിട്ട് നമുക്ക് 2ാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ചവ്വരി നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് തേങ്ങയുടെ 2ാം പാലാണ്. ഇപ്പം നമ്മുടെ പായസം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് കുറച്ച് പശുപാലൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചുക്ക് പൊടി ഇട്ടോ. അടുത്തത് ജീരകം 1/2 ടീസ്പൂൺ, ഇത് ഏലക്കപ്പൊടി 1.5 ടീസ്പൂൺ. കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം നല്ലപോലെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഡേറ്റ്സ് അരച്ചത് ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് നെയ്യിൽ വഴറ്റിയെടുക്കാം. നമ്മളിപ്പം ഡയറക്റ്റായിട്ട് അരച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. പഞ്ചസാര ചേർക്കാം. കുറച്ച് തേങ്ങാക്കൊത്തും കാഷ്നട്ടും ഒക്കെ ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് നെയ്യ് വെച്ച് കൊടുക്കാം. ഇട്ട് കൊടുക്കാം. നമ്മുടെ പായസമൊക്കെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് വെച്ചേക്കുന്ന എല്ലാം ഇതിനകത്തൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളൊരു 3 ഡേറ്റ്സ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതുകൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങയുടെ 1ാം പാലൂടെ ചേർത്ത് കൊടുക്കാം. അഞ്ചാന ഇത് ഇളക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. നമ്മുടെ ആ ഒരു ഓണത്തിൻ്റെ വൈബ് ഇങ്ങനെ വരികയാണ്. ഇനി ഒരു ഓണസദ്യയും പായസവും എന്ത് പറയുന്നത്,
പൊളിക്കോ നമ്മള്? പിന്നെ പൊളിക്കത്തില്ല. അപ്പൊ നമ്മൾ ഒന്നാം പാല് ചേർത്ത് നമ്മൾ തിളയ്ക്കാൻ നിൽക്കേണ്ട, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. മെയിൻലി ഇതൊരു നമ്മുടെ ഒമാൻ്റെയും ആ ഒരു കേരളത്തിൻ്റെയും ടച്ച് രണ്ടും കൂടെ ചേർത്ത് കൊണ്ടുവന്നൊരു പായസമാണ്. എന്തായാലും ഇതൊരു വെറൈറ്റി പായസമായിട്ട് തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഓണം നാളിൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇത് സമർപ്പിക്കുന്നു. എല്ലാവരും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. ശാസ്ത്രീയ നൃത്തത്തിൻ്റെ സൗന്ദര്യവും പാശ്ചാത്യ സംഗീതത്തിൻ്റെ വേഗതയും സമന്വയിക്കുന്ന ഫ്യൂഷൻ ഡാൻസാണ് അടുത്തതായി ഇനി അരങ്ങേറാൻ പോകുന്നത്. ആലായാൽ തറ വേണം, അടുത്തോരമ്പലം വേണം, ആലിന്നു ചേർന്നൊരു കുളവും വേണം. ആലായാൽ തറ വേണം, അടുത്തോരമ്പലം വേണം, ആലിന്നു ചേർന്നൊരു കുളവും വേണം. കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചന്ദമര വേണം, കുളിച്ചു ചെന്നകം പൂകാൻ ചന്ദനം വേണം. മാലായാൽ തറ വേണം, അടുത്തോരമ്പലം വേണം, ആലിന്നു ചേർന്നൊരു കുളവും വേണം. കരിതുള്ളും മിന്നലോ, കടവിഴിയിൽ വീശുമഴ കാണോ, വിങ്ങുമലിവാണോ. ഉള്ളിൽ കരിതുള്ളും മിന്നലോ, കടവിഴിയിൽ വീശുമഴ കാണോ, വിങ്ങുമലിവാണോ. മാറിനേ തേങ്ങലിൽ പരിഭവമുറയുന്നു. മുന്തിരിമുത്തൊളി ചിന്തിക്കോ മഞ്ചണി വർണ്ണ ചുന്ദരി വാവേ, തങ്കതിമിയാടും തങ്കനിലാവേ. കുഞ്ചിരി കഞ്ചി കുഞ്ചിക്കോ മുന്തിരിമുത്തൊളി ചിന്തിക്കോ മഞ്ചണി വർണ്ണ ചുന്ദരി വാവേ, തങ്കതിമിയാടും തങ്കനിലാവേ. കൈകൊട്ട് പെണ്ണെ കൈകൊട്ടു പെണ്ണെ, കൊഞ്ചും വളയിട്ട് കൈകൊട്ട്. 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 കരിമാടിക്കുട്ടനും നന്ദിനി കുട്ടിക്ക് മാറ്റുന്നൊട്ടുണ്ടായ കല്യാണം. നാദസ്വരം വേണം, തകിലു വേണം, പിന്നെ ആശാൻ ചേതന്റെ തപ്പു വേണം. നാദസ്വരം വേണം, തകിലു വേണം, പിന്നെ ആശാൻ ചേതന്റെ തപ്പു വേണം.
മലമതയും ലങ്കേശൻ രാവണന്റെ നെഞ്ചിലിടുക്കിയായി വല്ലാതെ മോഹമുണർന്നു മൈഥിലിയെ കട്ടതുകൊണ്ട് എന്തെല്ലാം മുകില് വന്നെന്റെ കൈലാസനാഥ കുഞ്ഞുമകൻ മേഘനാഥനും സോദരനും സർവരും ഇന്ന് തന്നെ വിട്ട് പോയതല്ലോ കാലപുരി തന്നിൽ പശ്ചാത്താപം നിറയണ് രാമന്റെ ശരമുനയാൽ മോക്ഷത്തിൻ പടി കടക്കാൻ മോഹമുദിച്ചല്ലോ കാത്തരുളൂ ശ്രീരാമ പരമരുളൂ ശ്രീരാമ പ്രാർത്ഥന കേൾക്കാനിരിയും വൈകരുതേ നീ കാത്തരുളൂ ശ്രീരാമ പരമരുളൂ ശ്രീരാമ പ്രാർത്ഥന കേൾക്കാനിരിയും വൈകരുതേ നീ നാടൻ പുഞ്ചയിലെതിത്തേ തകതേതേതോ കൊച്ചു വെണ്ണെ കുയിലാലെതിത്തെ താരേത് കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം ഓ ഇതോടെ എള്ളുണ്ട ഒമാൻ ഓണം 2026 എന്ന ഓണപരിപാടിയുടെ ആദ്യ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നാളെ ഇതേ സമയം പുതിയ വിശേഷങ്ങളും ഓണാഘോഷങ്ങളുമായി വീണ്ടും കാണാം.